ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ പേരുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പായസത്തിൽ പപ്പടം ഇട്ട് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ കഴിക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കഴിക്കണം എന്ന് തോന്നിയപ്പോൾ ഉണ്ടായ നുറുക്കുഗോതമ്പ് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുത്തൊരു പായസമാണ്, സിമ്പിൾ പായസമാണ്. അപ്പോൾ അത് വീഡിയോ ആയിട്ട് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഞാൻ ഒരു ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് നുറുക്കുഗോതമ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നന്നായി കഴുകി വേവിച്ചെടുത്തതാണ്. അതിലേക്കാണ് ഇപ്പോൾ ഞാൻ പാലൊഴിക്കുന്നത്. ആദ്യം ഇതൊന്ന് വേവിച്ചതാണ്. കുതിർത്ത് വെച്ചിട്ട് നിങ്ങൾ വേവിക്കാമെന്നായിരിക്കും നല്ലത്. ഇത് ഞാൻ പെട്ടെന്ന് ചെയ്തുകൊണ്ട് കുതിർത്തിട്ടൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പാലൊഴിച്ച് ഇനി 4 ഏലക്ക കൂടി നമുക്കിതിലേക്ക് കുത്തിയിടാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഞാൻ പഞ്ചസാര ഉപയോഗിച്ചാണ് ചെയ്തത്. പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഉപയോഗിക്കുന്നവർക്ക് ശർക്കര ഉപയോഗിക്കാം. എന്നിട്ട് ഇത് നന്നായി തിളക്കാൻ വെക്കാം. അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് വേറൊരു പാത്രത്തിൽ നെയ്യ് ഇട്ട് കൊടുക്കാം. ഈ നെയ്യിൽ നമുക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം അണ്ടിപ്പരിപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. ഉണക്കമുന്തിരി അതേ ടൈമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഉണക്കമുന്തിരി. അതുകൊണ്ടാണ് ആദ്യം അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തതിന് ശേഷം ഉണക്കമുന്തിരി ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഫ്രൈ ചെയ്ത ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നുറുക്കുഗോതമ്പ് പായസം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ ആണെങ്കിലും തണുത്ത് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിത് ചൂടോടെയാണ് കഴിച്ചത്. കാരണം പപ്പടം ഇട്ട് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ചെയ്തൊരു പായസമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ കഴിക്കാൻ ചെയ്തത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത് എത്ര ആൾക്കാർ കാണുമെന്നുള്ളത് എനിക്കറിയില്ല. എന്നാൽ കാണുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ പായസത്തിൽ പപ്പടം കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് മുമ്പ് കഴിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.